സോ ഈ ഒരു മോഡലിലായിരിക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരിക. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസ് സ്റ്റാമ്പ് പേപ്പറിൽ കൺഫ്യൂഷൻ വേണ്ട, അത് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് മതിയാകും. ഇതിപ്പോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ ആണ്, അവരുടെ ഫീസ് സ്ട്രക്ചറും വേണ്ട സർട്ടിഫിക്കറ്റ്സുമാണ്. ഇതേപോലെ ഓരോ കോളേജിന്റെയും ഈ OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നാണ്. എന്നാൽ SC ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ തഹസിൽദാറുടെ കയ്യിൽ നിന്നായിരിക്കും. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANG ഫ്രം മാർക്കനെക്സ്. സോ മക്കളെ, കേരള അലോട്ട്മെന്റ് ആയിക്കോട്ടെ, ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആയിക്കോട്ടെ, കോളേജിൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. കേരളയുടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാലും ചില കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഓൾറെഡി എല്ലാ ഡോക്യുമെന്റ്സും സെറ്റ് ആക്കിയ ആളുകൾ ഇത് കാണണം എന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓടിച്ചു വിട്ട് എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. യെസ്, ആദ്യത്തേത് അഡ്മിറ്റ് കാർഡാണ്. നീറ്റിന്റെ ഹോൾ ടിക്കറ്റ് ആണ്. 2025 നീറ്റ് എക്സാം നിങ്ങൾ എഴുതിയ ആ ഒരു ഹോൾ ടിക്കറ്റ്, അതിന്റെ ഫ്രണ്ട് പേജ് മാത്രമേ ആവശ്യമുള്ളൂ. അതിൽ നിങ്ങളുടെ നെയിമും നിങ്ങളുടെ തമ്പ് ഇംപ്രഷനൊക്കെ കൊടുത്ത് ഒന്ന് ഫ്രണ്ട് പേജ് ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചോ. യെസ്. ആൻഡ് അടുത്തത് നീറ്റിന്റെ സ്കോർ കാർഡാണ്. നിങ്ങളുടെ നീറ്റിന്റെ എത്രയാണ് നീറ്റ് സ്കോർ, നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ്, നിങ്ങളുടെ നെയിം, ഇതൊക്കെ വന്ന നീറ്റിന്റെ സ്കോർ കാർഡ് ആദ്യം ലഭിച്ച നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ഉള്ള ആ ഒരു PDF-നെയാണ് സ്കോർ കാർഡ് എന്ന് വിളിക്കുന്നത്. ആ സ്കോർ കാർഡ് വേണം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്. കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, നിങ്ങൾക്ക് വേറെ ആവശ്യമൊന്നുമില്ല. യെസ്, അപ്പോൾ സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റിൽ അതുള്ള ആൾക്കാർക്ക് അത് തന്നെ മതിയാകും. സെപ്പറേറ്റ് ആയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കണം എന്നില്ല. ദെൻ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഒറിജിനൽ തന്നെ വേണം. കാരണം അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പൊ നീറ്റ് എക്സാം നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ ആയിട്ടുള്ള ID പ്രൂഫ് നിങ്ങൾ കയ്യിൽ കരുതണം. ആധാർ, പാസ്പോർട്ട്, ദെൻ ലൈസൻസ്, വോട്ടർ ID ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം. ഒറിജിനൽ ആയിരിക്കണം. TC, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ലാസ്റ്റ് നിങ്ങൾ ഏത് സ്കൂളിലാണോ അല്ലെങ്കിൽ ഏത് കോളേജിലാണോ പഠിച്ചത്, ചില ആൾക്കാർ ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആയുർവേദം, അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ലാസ്റ്റ് എവിടെയാണോ അറ്റൻഡ് ചെയ്തത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണം. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, പല കുട്ടികൾക്കും കൺഫ്യൂഷൻ. കോണ്ടാക്റ്റിലും അതേപോലെ NCL സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇതിലൊരു ഡൗട്ട് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാരിഫൈ ചെയ്യേണ്ടത്. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി 6 മാസം മാത്രമാണ്. ഓക്കെ, അപ്പോൾ 6 മാസത്തിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആരാ നിങ്ങൾക്ക് തരുന്നത്? നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആണ് അല്ലെ, +2 പഠിച്ചെടുത്ത്. അവർ ചിലപ്പോൾ റിപ്പീറ്റും റിപ്പീറ്റും ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ചിലപ്പോൾ അത് കിട്ടണം എന്നില്ല സ്കൂളിൽ നിന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് എവിടെ നിന്നായിരിക്കും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടുക? ഒരു ഗസറ്റഡ് പോസ്റ്റിലുള്ള ഒരു ഗസറ്റഡ് ഓഫീസറുടെ ലെറ്റർ മതി. അത് നിങ്ങൾ നിയറസ്റ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് മതിയാവും, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 6 month വാലിഡിറ്റി ഉള്ളൂ. വാലിഡിറ്റി കഴിഞ്ഞതാണോ എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ അഡ്മിഷന് ചെല്ലുന്ന സമയത്ത് അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ +2 ഓൺഗോയിങ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കുഴപ്പമില്ല. റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും എന്തായാലും എടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം മറക്കരുത്. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് വേണ്ടതായിട്ടുള്ളൂ. NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ കേരളത്തിൽ നമ്മൾ NCL സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിൽ നിന്നാണ്? ഇപ്പൊ OBC കാറ്റഗറി ഉള്ള ആൾക്കാർ എന്തായാലും നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം, എന്നാൽ മാത്രമേ റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ആ ആളുകള് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നാണ് NCL സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അതും സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പേർപ്പസിനുള്ളതും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പേർപ്പസിനുള്ളതും ഒക്കെ NCL വാങ്ങാം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലെ, ജോലിക്കൊന്നുമല്ല. PSC ഒക്കെ കിട്ടിപ്പോകുന്ന ആളുകളാണ് എംപ്ലോയ്മെന്റ് പേർപ്പസിന് വാങ്ങുക. നിങ്ങൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പേർപ്പസിന് പറഞ്ഞ് തന്നെ വാങ്ങണം കേട്ടോ. സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പേർപ്പസിനുള്ളത് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നാണ്. അക്ഷയയിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അതേപോലെ SC ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് ചില കുഞ്ഞുങ്ങൾക്ക് ഒരു കൺഫ്യൂഷനായി. NCL ആണ് എവിടെ നിന്ന് വാങ്ങേണ്ടത്? വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന്. അതേപോലെ EWS സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസറുടെ ആണ്. ബട്ട് SC ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? തഹസിൽദാറുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. SC ST കാസ്റ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ തഹസിൽദാരുടേതാണ്. NCL സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെയും. യെസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ചില കോളേജ് 2, 3 എന്നൊക്കെ അതിൽ പറയും. ഒരു 10 എണ്ണം എന്തായാലും നിങ്ങളുടെ കയ്യിൽ വേണം. ഫോട്ടോയോ സിഗ്നേച്ചറോ ഒന്നും വേണ്ട, പ്ലെയിൻ ആയിട്ടുള്ള 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തത് വേണ്ടത്
യെസ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പൊ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡലാണ്, ഈ ഒരു മോഡലാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടത്. ഇത് കീമിന്റെ വെബ്സൈറ്റിലുണ്ട്, പ്രോസ്പെക്ടസിലുണ്ട്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇപ്പൊ എവിടെ ചെന്നാലും നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന്, ഒരു ജനറൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ ചെന്നാൽ മതി. അവിടെ ഒരു ഗവൺമെന്റ് ഡോക്ടറുടെ തന്നെ വേണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അസിസ്റ്റന്റ് സർജനോ അതിന് മുകളിലോ ഉള്ള ഒരു ഗവൺമെന്റ് ഡോക്ടറുടെ ഫിസിക്കൽ, ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് വേണം നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്. ഓൾ ഇന്ത്യ ആണെങ്കിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ കോളേജിൽ നിന്ന് തന്നെ എടുക്കും. പക്ഷെ കേരളയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ട് വേണം നിങ്ങൾ കോളേജിൽ ചെല്ലാനായിട്ട് അഡ്മിഷന് പോകുമ്പോൾ. യെസ്, അപ്പൊ ഈ ഒരു മോഡൽ ആയിരിക്കും എല്ലായിടത്തും. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എല്ലായിടവും. അപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് 100 രൂപയ്ക്ക് ഈ ഒരു ഫോം വാങ്ങിയാൽ മതിയാവും. നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി പോവാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പോവുക. നിങ്ങൾക്ക് കീം 2025 പ്രോസ്പെക്ടസിൽ നിന്നും ഈ ഒരു ഫോം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അസിസ്റ്റന്റ് സർജനോ അതിന് മുകളിലുള്ള ഡോക്ടറോ സാക്ഷ്യപ്പെടുത്തണം നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണ്, നിങ്ങൾ MBBS പഠിക്കാൻ, BDS പഠിക്കാൻ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തി വേണം പോകാൻ. യെസ്, ഓക്കെ അല്ലേ? അത് ഗവൺമെന്റ് ഡോക്ടർ വേണം, മസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തത് NRI സർട്ടിഫിക്കറ്റ് ആണ്. NRI സ്റ്റേറ്റസ് ഉള്ള കാൻഡിഡേറ്റ്സ്, NRI കാൻഡിഡേറ്റ്സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. NRI കോട്ടയിൽ കയറുന്ന ആളുകളാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 15% NRI സീറ്റുകളാണ്. ദെൻ അലോട്ട്മെന്റ് മെമ്മോ വേണം. സിയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ കിട്ടും. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമായിരിക്കും അത് കിട്ടുക. ആ അലോട്ട്മെന്റ് മെമ്മോയിൽ നിങ്ങൾ അടച്ച രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ അതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണം. കീമിന്റെ ഡേറ്റ ഷീറ്റ്, ആ കീമിന്റെ ഡേറ്റ ഷീറ്റിലാണ് നിങ്ങളുടെ കേരള മെഡിക്കൽ റാങ്ക് ഒക്കെ ഉള്ളത്. ആ ഡേറ്റ ഷീറ്റ് വേണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. കീമിന് നിങ്ങൾ നേറ്റിവിറ്റിയുടെ കോളത്തിൽ എന്താണോ കൊടുത്തത് അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, MMR-നും ഹെപ്പറ്റൈറ്റിസ് ബിക്കും ചിക്കൻ ബോക്സിനുമാണ് വേണ്ടത്. നിങ്ങൾ മെഡിക്കൽ പഠിക്കാൻ പോവാണ്, മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. സോ എന്തായാലും വാക്സിനേറ്റഡ് ആയിരിക്കണം. ഇനി ചെറുതിലെ സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയ ആളുകൾ ഒട്ടും ടെൻഷൻ വേണ്ട. ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ കിട്ടി, അവിടെ ചെല്ലുന്ന സമയത്ത് അവരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്താൽ മതി. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും അത്ര വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. എന്തായാലും സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പക്ഷെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ ഇത് കയ്യിലില്ല എന്നൊരു പ്രോബ്ലം പേടിക്കേണ്ട, കളഞ്ഞു പോയൊരു പേടിക്കേണ്ട. ബട്ട് വാക്സിനേറ്റഡ് ആയിരിക്കണം നിങ്ങൾ. ആ ഒരു സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വേണം. ബട്ട് അഡ്മിഷൻ കിട്ടുന്ന കോളേജുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കയ്യിലില്ലാത്ത ആളുകൾ. സ്റ്റാമ്പ് പേപ്പർ വേണം. ഈ സ്റ്റാമ്പ് പേപ്പർ വേണം. അത് ഞാൻ പറയുന്നത് ഇപ്പൊ നിർബന്ധമില്ല, നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് ആവുമ്പോഴത്തേക്കൊക്കെ മതിയാവും. കാരണം നമ്മൾ കോളേജുമായിട്ട് ബോണ്ട് വെക്കുകയാണ്. BDS-ന് 5 ലക്ഷം രൂപയും MBBS-ന് 10 ലക്ഷം രൂപയും ബോണ്ട് വെക്കുകയാണ്. ഈ 5.5 വർഷത്തിനുള്ളിൽ ഈ ഒരു കോഴ്സ് നമ്മൾ കളഞ്ഞിട്ട് പോവില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത് ആ കോളേജ് ഉറപ്പിച്ചിട്ട് മതി നമുക്ക് സ്റ്റാമ്പ് പേപ്പർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്ന കോളേജിൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോളേജിന്റെ പേരിൽ നമുക്ക് വാങ്ങാം. കാരണം നമ്മൾ ഈ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നത് രജിസ്റ്റർ ഓഫീസിൽ നിന്നാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് പാർട്ടി നമ്മുടെ കുട്ടിയായിരിക്കും, ഏതാണോ കാൻഡിഡേറ്റ് ആയിരിക്കും ഫസ്റ്റ് പാർട്ടി. സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ആ കോളേജിന്റെ അഡ്രസ് ആണ്. ഏത് കോളേജിലാണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആ കോളേജിന്റെ അഡ്രസ് ആണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കോളേജിലാണ് കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് ഈ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാം. അതേപോലെ സ്റ്റാമ്പ് പേപ്പറിന്റെ ഉള്ളിൽ എഴുതേണ്ട മാറ്റർ ഇല്ലേ, എന്തൊക്കെയാണ് എഴുതി കൊടുക്കേണ്ടത്, അത് നമ്മുടെ ഇഷ്ടത്തിനല്ല എഴുതേണ്ടത്. കീമിന്റെ പ്രോസ്പെക്ടസിൽ ഓൾറെഡി മാറ്റർ കിടപ്പുണ്ട് എന്താണ് സ്റ്റാമ്പ് പേപ്പറിനുള്ളിൽ എഴുതേണ്ടതെന്ന്. പക്ഷെ നിങ്ങൾ അത് എഴുതാൻ വരട്ടെ, ചില കോളേജുകൾ ചിലപ്പോൾ ഈ ഒരു മാറ്റർ സമ്മതിച്ചെന്ന് വരില്ല. അപ്പൊ കോളേജിൽ ചെന്നിട്ട് അവർ മാറ്റർ തരും, അല്ലെങ്കിൽ അവർ പറയുകയാണ് പ്രോസ്പെക്ടസ് പ്രകാരം പ്രോസ്പെക്ടസിനുള്ളിലുള്ള മാറ്റർ എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോസ്പെക്ടസിൽ നിന്ന് ആ ഒരു മാറ്റർ എഴുതാം സ്റ്റാമ്പ് പേപ്പറിനുള്ളിൽ. ബട്ട് നിങ്ങൾ ധൃതി വെക്കണ്ട, കോളേജിൽ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അതിനുള്ളിൽ എന്ത് മാറ്റർ എഴുതുന്ന. അപ്പോൾ അത് സെക്കൻഡ് അലോട്ട്മെന്റിലേക്കൊക്കെ മതിയാകും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സ്റ്റാമ്പ് പേപ്പർ ആ ഒരു കോളേജിന്റെ പേരിൽ വാങ്ങുക. ഓക്കെ, യെസ്. ദെൻ സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, ട്യൂഷൻ ഫീ റെസിപ്റ്റ് വേണം. ഈ ട്യൂഷൻ ഫീ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യം അടച്ച രജിസ്ട്രേഷൻ ഫീ അല്ല. ആ ഒരു രജിസ്ട്രേഷൻ ഫീ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണും. ഇനി ഗവൺമെന്റ് കോളേജിൽ കിട്ടുന്ന ഒരു കുട്ടി എങ്ങനെയാ ഫീസ് അടയ്ക്കുക, ആ രജിസ്ട്രേഷൻ ഫീ കഴിഞ്ഞുള്ള ഫീസാണ് ട്യൂഷൻ ഫീ ആയിട്ട് അവർ അടയ്ക്കുക.
അല്ലെ? ഫീ കൺസെഷൻ ഉള്ള ആളുകൾ 500 രൂപയാണ് അടച്ചത്, അല്ലാത്ത ആളുകൾ 5000 രൂപ അടച്ചിട്ടുണ്ട്. ആ 5000 റെഡ്യൂസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് സിയിൽ, അതായത് എൻട്രൻസ് കമ്മീഷണർക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുക ചെയ്യുന്നത്, അല്ലെ? അത് അടയ്ക്കുന്ന ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ലഭിക്കുന്ന ആ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ റെസിപ്റ്റ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചെല്ലാൻ യൂസ് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സീൽ ചെയ്ത റെസിപ്റ്റ് നമുക്ക് കിട്ടും. ആ ഒരു റെസിപ്റ്റുമായിട്ട് വേണം നിങ്ങൾ കോളേജിലേക്ക് ചെല്ലാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ സിയുടെ വെബ്സൈറ്റിലേക്ക്, അത് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ഗവൺമെന്റ് സീറ്റുകളാണെങ്കിലും സിയുടെ വെബ്സൈറ്റിൽ അടയ്ക്കുന്ന ആ ഒരു എമൗണ്ടിന്റെ റെസിപ്റ്റിനെയാണ് നിങ്ങൾ ഇവിടെ ട്യൂഷൻ ഫീ റെസിപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ബാക്കിയുള്ളത് കോളേജിലാണ്. ഇപ്പൊ സെൽഫ് ഫിനാൻസിങ്ങിൽ ബാക്കി വരുന്ന എമൗണ്ട്, ടോക്കൺ ഫീയും ഈ രജിസ്ട്രേഷൻ ഫീയും കഴിഞ്ഞുള്ള എമൗണ്ട് കോളേജിലാണ് അടയ്ക്കേണ്ടത്. അത് എങ്ങനെയാണെന്നുള്ളത് കോളേജുമായിട്ട് ഡീൽ ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ ആ കോളേജിന്റെ വെബ്സൈറ്റ് ആയിരിക്കണം നോക്കേണ്ടത്. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയ ഒരു കുട്ടി ആണെങ്കിൽ ഇത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ വെബ്സൈറ്റിൽ വരുന്നതാ. അപ്പൊ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അങ്ങോട്ടേക്ക് വേണ്ടത്, എത്ര ഫീസ് ആണ് കോളേജിൽ അടയ്ക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ആ കോളേജിന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അത് ഓരോ കോളേജിനും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോ ഇവിടെ കാലിക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം 8 to 9 lakhs ഓരോ കോളേജിലും ഫീസ് വേരി ചെയ്യുന്നുണ്ട്. അത് കൂടാതെ സ്പെഷ്യൽ ഫീയും ആ കോളേജിന്റെ ഫീ ആണ്. ഒരു കോളേജിലെ സ്പെഷ്യൽ ഫീ ആയിരിക്കണം എന്നില്ല അടുത്ത കോളേജിൽ. 50,000 മുതൽ 1.5 ലക്ഷം വരെ സ്പെഷ്യൽ ഫീ വേരി ചെയ്യാം. അപ്പൊ കോളേജിന്റെ വെബ്സൈറ്റിലൂടെയാണ് സ്പെഷ്യൽ ഫീ എത്രയാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന മിസ്ലീനിയസ് ഫീ എത്രയാണ്, മെസ് ഫീ എത്രയാണ്, ഹോസ്റ്റൽ ഫീ എത്രയാണെന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ കാലിക്കറ്റിന്റെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ബാക്കി സർട്ടിഫിക്കറ്റ്സ് ഒന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ട്യൂഷൻ ഫീ റെസിപ്റ്റ് കിട്ടി, അതിന്റെ എന്ത് പേയ്മെന്റ് ആണെന്നുള്ളത് കിട്ടി. ദെൻ ചിലപ്പോൾ PTF ഫണ്ടൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ തുടക്കത്തിൽ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എക്സ്ട്രാ ഒരു ഗവൺമെന്റ് സീറ്റ് ആണെങ്കിൽ കൂടി എക്സ്ട്രാ ഒരു 10,000-15,000 രൂപ കയ്യിൽ കരുതിക്കോളൂ. ദെൻ സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം, എക്സ് സർവീസ്മാൻ്റെ ചൈൽഡോ അല്ലെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിന്റെ സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് കാലിക്കറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെയാണ് അഡ്മിറ്റ് കാർഡ് പറഞ്ഞിട്ടുണ്ട്, അലോട്ട്മെന്റ് മെമ്മോ പറഞ്ഞിട്ടുണ്ട്, ദെൻ കാൻഡിഡേറ്റിന്റെ കേരളയുടെ ഡേറ്റ ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്, സ്കോർ കാർഡ് വേണം, ദെൻ 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, TC പറഞ്ഞിട്ടുണ്ട്, CBSE, HSC, VHSC, CIC സ്റ്റുഡൻസ് ഒഴികെയുള്ളവർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. TC പറഞ്ഞ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് 6 മാസത്തിനുള്ളിലുള്ളതായിരിക്കണം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട ആളുകൾക്ക് അത് വേണം. സ്റ്റാമ്പ് സൈസ് ഫോട്ടോസിന്റെ 2 കോപ്പിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദെൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്, ഹെപ്പറ്റൈറ്റിസ് B, MMR, ചിക്കൻ ബോക്സിന്റെയും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ സിയുടെ വെബ്സൈറ്റിൽ അടച്ച ഫീസിന്റെ റെസിപ്റ്റ് വേണം. SC, ST, EWS, OBC സ്റ്റുഡൻസിന് അവരുടെ സർട്ടിഫിക്കറ്റ് വേണം. NCL സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഒക്കെ അവർ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുപോകണം. കാരണം റിസർവേഷൻ കിട്ടിയ ആളുകളാണ്. ദെൻ ബോണ്ട് വേണം. ബോണ്ടിന് വേണ്ടിയിട്ട് സ്റ്റാമ്പ് പേപ്പർ, ഈ സ്റ്റാമ്പ് പേപ്പർ കൊണ്ടുപോകണം. 200 രൂപ വരുന്ന ഈ സ്റ്റാമ്പ് പേപ്പറുമായിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അതിൽ ഫസ്റ്റ് പാർട്ടി കാൻഡിഡേറ്റ് ആണ്, സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് കോളേജിന്റെ അഡ്രസ് ആണ്. സ്റ്റാമ്പ് പേപ്പറിനുള്ളിൽ വെക്കേണ്ട മാറ്റർ എന്ന് പറയുന്നത് അത് കോളേജുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവർ പറയാണ് കീമിന്റെ പ്രോസ്പെക്ടസിലെ മതിയെങ്കിൽ ആ ഒരു മാറ്റർ അതിനുള്ളിലേക്ക് വെക്കാം. ഓക്കെ അല്ലേ? യെസ്. പിന്നെ ആന്റി റാഗിങ്ങിന്റെയും ഇത് വേണം നമുക്ക്. ആന്റി റാഗിങ്ങിൻ്റെത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ആ ഒരു സമയത്ത് വെബ്സൈറ്റ് ത്രൂ ആണ് അതിന്റെ പ്രിന്റ് ഔട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾക്ക് ഏത് കോളേജിൽ കിട്ടിയതിന് ശേഷമാണ് അത് എടുക്കാൻ പറ്റുക. സൈറ്റിൽ അതിന്റെ ഒരു ലിങ്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കോളേജും യൂണിവേഴ്സിറ്റിയും ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്കത് പ്രിന്റ് ഔട്ട് എടുത്ത് ആന്റി റാഗിങ്ങിൻ്റെ അങ്ങനെ തന്നെ കൊണ്ടുപോകാവുന്നതാണ്. ദെൻ ഈ സ്റ്റാമ്പ് പേപ്പർ അപ്പോൾ നിങ്ങൾ ഏതിന് മാത്രം മതി, നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യും, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ളതിന്റെ ഈ സർട്ടിഫിക്കറ്റ് ആണ്, സ്റ്റാമ്പ് പേപ്പർ ആണ് നമ്മൾ അല്ലാണ്ട് കരുതേണ്ടത്. ദെൻ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെത്, എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കീമിന് നിങ്ങൾ നീറ്റിനും കീമിനും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വെച്ച എല്ലാത്തിൻ്റെയും
ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് വേണം കോളേജിലേക്ക് ചെല്ലാൻ. ദെൻ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട് കാലിക്കറ്റിന്റെ. ട്യൂഷൻ ഫീ 23,150 രൂപയാണ്. അതിൽ 5,000 രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടച്ചു കഴിഞ്ഞു. ബാക്കി രൂപ നിങ്ങൾ സിയുടെ വെബ്സൈറ്റിലേക്കാണ് അടയ്ക്കേണ്ടത്. അത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ചെല്ലാൻ യൂസ് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാം. അതിന്റെ റെസിപ്റ്റ് വേണം. ദെൻ മിസലീനിയസ് ഫീ ആൻഡ് വാൻ ഫീ എന്ന് പറഞ്ഞൊരു 3,480 രൂപ വാങ്ങുന്നുണ്ട്. യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 2,520 രൂപ വരുന്നുണ്ട്. വെരിഫിക്കേഷൻ ഫീ ആയിട്ട് 100 റുപ്പീസ്. കോഷൻ ഡെപ്പോസിറ്റ് 2,320. ഈ SC ST OEC രജിസ്റ്റേർഡ് ഫിഷർമാൻ കാൻഡിഡേറ്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടച്ചിരിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് 5,000 രൂപ വേണ്ടി വന്നില്ല. നിങ്ങളുടെ 500 രൂപ ഈ കോഷൻ ഡെപ്പോസിറ്റിൽ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ടോട്ടലി 31,570 രൂപയാണ് ഫീ വരുന്നത്. പിന്നെ ലൈബ്രറി ഫീ എന്ന് പറഞ്ഞ് 2,000 റുപ്പീസ് ഉണ്ട്. PTA ഫണ്ടും തുടക്കത്തിൽ തന്നെ വാങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ചില കോളേജുകളിൽ തുടക്കത്തിൽ തന്നെ വാങ്ങാറുണ്ട്. അപ്പൊ ഈ ഒരു ഫീസും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ കോളേജിലേക്ക് ചെല്ലാൻ. യെസ്, അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാറി എന്ന് വിചാരിക്കുന്നു. ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് കേരളയുടെയും ഓൾ ഇന്ത്യയുടെയും ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചെറിയ ചില കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ്. യെസ്, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ കെയർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച സീറ്റ് തന്നെ ഈ വർഷം തന്നെ കിട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.